നമസ്കാരം. ഭാരത് ലൈവിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അതിന് ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കേരളത്തിൽ ഉയർന്നു. അതുമായി ബന്ധപ്പെട്ട് ബിട്ടാസിന്റെ നിരന്തരമായ ഇടപെടൽ, അതുപോലെ തന്നെ എ റഹീമിന്റെ നിരന്തരമായ ഇടപെടൽ, ഒപ്പം ഇവിടുത്തെ പ്രതിപക്ഷ കോൺഗ്രസിന്റെ നിരന്തരമായ ഇടപെടൽ കൊണ്ടൊക്കെയാണ് അവർ പുറത്തു വന്നത് എന്നാണ് ഇവരുടെ സൈബർ ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുക. പക്ഷേ കൃത്യമായി കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ടും ഛത്തീസ്ഗഡ് ഗവൺമെന്റ് അവിടെ NIA കോടതിയിൽ അവരുടെ അടുത്തുള്ള നിലപാടും പ്രോസിക്യൂഷന്റെ നിലപാടുമാണ് അവർക്ക് എളുപ്പത്തിൽ ജാമ്യം കിട്ടാൻ കാരണമെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിനിടയിൽ നിരന്തരമായി ഈ പറയുന്ന ബിട്ടാസിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെയൊക്കെ കണ്ണിൽ കൂടി ചോര വരുന്ന ഒരു കാഴ്ച ഇന്നലെ കാണാനിടയായി. അതായത് ഇവർ നിരന്തരമായി BJP കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇന്നലെ ഈ കാത്തലിക് വൈദികരുടെ ഒരു കൂട്ടായ്മ, ഒരു വലിയ കൂട്ടായ്മ, ആക്ട്സ് എന്ന പേരുള്ള വലിയ കൂട്ടായ്മ നേരിട്ട് രാജീവ് ചന്ദ്രശേഖറിലെ എവിടെ മാരാർജി ഭവനിൽ നേരിട്ടെത്തി, സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നേരിട്ടെത്തി രാജീവ് ചന്ദ്രശേഖറിന് കേക്ക് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതോടുകൂടി ഏകദേശം എല്ലാവരും നിശബ്ദരാണ്, ഒന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അല്ല, അത് മാത്രമല്ല, നമുക്കറിയാലോ ഈ പറയുന്ന തലശ്ശേരി അതിരൂപത ബിഷപ്പ് പാപ്ലാനി തന്നെ അമിത്ഷാനെ അഭിനന്ദിച്ചുകൊണ്ടാണ് കന്യാസ്ത്രീകളുടെ ഈ പറയുന്ന ജാമ്യം ലഭിച്ചതിനെ അദ്ദേഹം അമിത്ഷായെ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ പക്ഷേ ഈ കൂട്ടർ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് ഇതിൽ നിന്ന് വ്യക്തമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഈ പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് തന്നെ ഈ കൂടെ നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെ വ്യക്തമായി. കാരണം ഈ പറയുന്ന കന്യാസ്ത്രീകളുടെ അറസ്റ്റിലേക്ക് ബന്ധിപ്പിച്ചിട്ടുള്ള ആ ഒരു റിലീജിയസ് കൺവേർഷൻ ആക്ട് തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള എന്നാണ് കോൺഗ്രസ് ഭരിക്കുന്ന വേളയിലാണ്. മാത്രമല്ല ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആരെങ്കിലും, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആരെങ്കിലും നമ്മൾ കണ്ടു? കേരളത്തിൽ നിന്നുള്ള സംഘമല്ലാതെ ഇതിനെ തള്ളിപ്പറയാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ കേരളത്തിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ നമ്മൾ കണ്ടോ? ആരും കണ്ടിട്ടില്ല. അപ്പൊ തന്നെ അവരുടെ കബർത്തെ തുറന്നു ബോധ്യപ്പെട്ടില്ലേ? ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയല്ലേ 2021 ഇതേ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് നമ്മുടെ ഇതേ ഗവൺമെന്റിന്റെ പോലീസ് തന്നെയല്ലേ രണ്ട് കന്യാസ്ത്രീമാർക്കെതിരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് കേസെടുത്തത്? അപ്പൊ അത് കേരളത്തിലായതുകൊണ്ട് അന്നത് ചർച്ചാ വിഷയമായില്ല. അപ്പൊ കോൺഗ്രസിന്റെയും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കപടത ഇതിലോട്ട് നമുക്ക് വ്യക്തമല്ലേ ഈ രണ്ടു കൂട്ടര്? തീർച്ചയായിട്ടും ഇതില് ഇപ്പൊ BJP അതിൽ കൃത്യമായി ഇടപെട്ടത്. കാരണം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് BJPയിലെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളിലെ വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി മുതലായിട്ടുള്ള സംഘടനകളൊക്കെ തന്നെ BJPയോട് ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വാമി ചിദാനന്ദപുരി കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവന എന്ന് പറയുന്നത്, നിയമം, അതായത് ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് നിയമം ഒരു നടപടി എടുക്കുമ്പോൾ അതെ ഒരു നടപടി എടുക്കുന്ന സമയത്ത് അവിടെ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ആ കേസിനെ ഇല്ലായ്മ ചെയ്യുകയാണെങ്കിൽ ഇനി ഇവിടെ കോടതിയും പോലീസും ഒന്നും വേണ്ടല്ലോ, വോട്ടിന് വേണ്ടി ആരുടെ കാലും പിടിക്കുന്ന തരത്തിലേക്ക് BJP നേതാക്കൾ പോകുന്നു എന്ന വലിയ ശക്തമായ വിമർശനമാണ് ചിദാനന്ദപുരിയുടെ ഭാഗത്ത്. അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP എല്ലാ മേഖലയിലും ഹിന്ദുത്വം അല്ല പ്രയോഗിക്കുന്നത്. നമുക്കറിയാം, എല്ലാ മേഖലയിലും ഹിന്ദുത്വം അല്ല പ്രയോഗിക്കുന്നത്. കാരണം BJP ഗോവയിൽ എന്താണ് പ്രയോഗിക്കുന്നത്? ഗോവയിലും അരുണാചൽ പ്രദേശിലും എന്താണ്? ക്രിസ്ത്യൻ ഭൂരിപക്ഷ ഈ പറയുന്ന സംസ്ഥാനങ്ങളല്ലേ? പക്ഷെ അവിടെയും അധികാരത്തിലുള്ള BJP അല്ലേ? അവിടെയും ഈ പറയുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഒരു ഡീപ്പായിട്ട് BJPക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അത് ഹിന്ദുത്വം പ്രയോഗിച്ചുകൊണ്ടല്ല. അപ്പൊ അതേ ഒരു പാറ്റേൺ BJPക്ക് കേരളത്തിൽ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയോ ഈ പറയുന്ന മറ്റു തീവ്ര ഹിന്ദുത്വ സംഘടനകളോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ BJPയിലേക്ക് കടന്നു വരുന്നതിൽ നല്ലൊരു പങ്ക് ക്രിസ്ത്യൻ ലേഡീസ് കടന്നു വരുന്നുണ്ട്. നല്ലൊരു പങ്ക് ക്രിസ്ത്യൻ ലേഡീസ് കടന്നു വരുന്നതായിട്ട് നമുക്ക് തൃശ്ശൂരിലൊക്കെ നല്ലൊരു തോതിൽ ക്രിസ്ത്യൻ ലേഡീസ് കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കരുതുന്ന പോലെ എല്ലാ മേഖലകളിലും ഇന്ത്യയിൽ മൊത്തത്തിൽ BJP പയറ്റുന്നത് ഹിന്ദുത്വമല്ല. ചില ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഗോവയായാലും അരുണാചൽ പ്രദേശായാലും അവിടെ BJPക്ക് എന്തുമാത്രം ക്രിസ്ത്യൻ MPs ഉണ്ട്. അപ്പൊ അവിടെ പരിശോധിച്ച് പോരുന്ന ഒരു അതേ പാറ്റേൺ തന്നെ ഇവിടെ BJP പരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് മാത്രമല്ല, BJP എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ പൊളിറ്റിക്സിൽ ഹിന്ദുത്വം കലർത്തിയ പൊളിറ്റിക്സ് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. എല്ലാ ആളുകളെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റും. BJPയിൽ തന്നെ വളരെ സെക്യുലറായി നിൽക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അതിലൊരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നപ്പോ ഇടത്തും വലത്തും, അതായത് വലങ്കൈയും ഇടങ്കൈയും എന്ന് പറഞ്ഞു നിൽക്കുന്നവരാണ് ഷോൺ ജോർജും അതുപോലെ തന്നെ അനൂപ് ആന്റണിയുമാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അനൂപ് ആന്റണി, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഷോൺ ജോർജ് എന്ന് പറയുന്നത്. അപ്പം ഇവർ കൃത്യമായി ഇതിലൂടെ ഉദ്ദേശം എന്താണ്? അതായത് ഇപ്പം ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അത് BJPക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ക്രിസ്ത്യൻ നേതൃത്വങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ഷോൺ ജോർജും നിൽക്കുന്ന സമയം ഈ ക്രിസ്ത്യൻ നേതൃത്വം അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് ഈ പറയുന്ന വലിയ ഇപ്പം ഞാൻ പറയാം മുൻകാല നേതാക്കളാണ്
BJP സംസ്ഥാന നേതൃത്വത്തിൽ ഉള്ളതെങ്കിൽ ഈ സഭ എന്ത് ചെയ്യുമായിരുന്നു? സഭ കുറെ പ്രതിഷേധം വെക്കും, 2 ദിവസം പ്രതിഷേധിക്കും, 3 ദിവസം പ്രതിഷേധിക്കും, വലിയ കാര്യങ്ങൾ ഉണ്ടാക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് എന്താണ് ഇപ്പൊ വലിയ പ്രതീക്ഷ വെച്ച് പോകുന്ന സംസ്ഥാനം അല്ല. അതെ, ഒന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 10 കൊല്ലത്തിന് ശേഷമാണ് ഇവിടെ അധികാരം പിടിക്കാൻ വേണ്ടി BJP നോക്കുന്നത്. അപ്പൊ ഈ അടുത്ത വർഷങ്ങളിലൊന്നും തന്നെ BJP അധികാരത്തിലെത്താനുള്ള ശ്രമം BJPക്ക് അല്ല. പക്ഷേ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് നഷ്ടപ്പെടാൻ പലതുമുണ്ട്. കാരണം ഇന്ന് ഭരിക്കുന്നത് ഛത്തീസ്ഗഡാണ്. അവിടെ MP മാരുണ്ട്, അവിടെ MLA മാരുണ്ട്, അവിടെ അത്യാവശ്യം ഒരു ഭീകരമായിട്ടുള്ള വോട്ടിംഗ് പെർസെന്റേജ് ഉണ്ട്. പക്ഷെ കേരളത്തിലെ അവസ്ഥ അതല്ല. അപ്പോഴും നമ്മൾ ആലോചിക്കണം, ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും BJP ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ. അവിടെയാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാട് BJP സ്വീകരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കയ്യടി നേടേണ്ടത് BJP തന്നെയാണ്. മാത്രമല്ല, അത് ഛത്തീസ്ഗഡിൽ ഈ പറയുന്ന കന്യാസ്ത്രീകളെ മോചിപ്പിച്ചു എന്നതിന്റെ പേരിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെ വികാരമുണ്ട്, BJPക്കെതിരെ വികാരമുണ്ട്. എന്നിട്ടും കേന്ദ്ര നേതൃത്വം ഈ കന്യാസ്ത്രീകൾ എന്നുള്ളത് ഇവിടുത്തെ സഭയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, അതോടൊപ്പം തന്നെ തീവ്ര ഹിന്ദുത്വ സംഘടനകളെയും BJP ആ തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ നിലപാടിനോടും BJP യോജിക്കുന്നില്ല എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയോടോ ഈ പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിനോടോ അതുപോലെയുള്ള സംഘടനകളോടൊന്നും തന്നെ BJP യോജിക്കാത്ത ഒരു നിലപാടുമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. അല്ല, അത് ഒരു വലിയ കാര്യമാണ്. കാരണം ഇപ്പൊ ഇത്തരം സംഘടനകൾ ഉയർത്തുന്ന ഒരു ആരോപണങ്ങൾക്കും BJP മറുപടി പോലും പറയുന്നില്ല, അവരെ ഗൗനിക്കുന്നില്ല. ഗൗനിക്കാത്ത രീതിയിലുള്ള നടപടിയാണ് ഇപ്പം സംസ്ഥാന BJP നേതൃത്വത്തിന്റെ ഭാഗത്ത്. അത് BJPയുടെ ന്യൂനപക്ഷങ്ങളോടുള്ള ഒരു കരുതലാണ്. അത് ന്യൂനപക്ഷങ്ങളെ താങ്ങി നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് BJP സ്വീകരിച്ചു പോരുന്ന ഒരു നയത്തിന്റെ ഭാഗമാണ് അത്. അതെ, മാത്രമല്ല BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ നിൽക്കുമ്പോൾ അവർക്ക് എന്ത് കാര്യം അവരോട് പറയാം, അവർ തങ്ങളുടെ കൂടെ ഉണ്ട്, ഒരു പ്രശ്നം വന്നാൽ തങ്ങളുടെ കൂടെ അവർ ഉണ്ടാകും എന്നുള്ള ഒരു വലിയ സന്ദേശം കൊടുക്കാൻ ആർക്ക് സാധിച്ചു? BJPക്ക് സാധിച്ചു. അപ്പം ഈ പറയുന്ന ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ അനൂപ് ആന്റണിയും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് സഭ പറഞ്ഞപ്പോൾ അതിൽ കൃത്യമായി ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഒരു കാര്യം ഇവർ പോയി പറയുമ്പോൾ സഭയ്ക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അതായത് ഈ നേതാക്കന്മാർ പറയുമ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ ഭരിക്കുന്നത് ഈ പറയുന്ന BJP ആണ്. ഇനി എന്തായാലും 2 ടേം ഒരു സംശയവുമില്ല ഇന്ത്യ ഭരിക്കുന്നത് BJP ആയിരിക്കും. അപ്പോ സഭയുടെ പല കാര്യങ്ങളും എവിടെയാണുള്ളത്? ഈ പറയുന്ന ഭരണനേതൃത്വത്തിന്റെ കയ്യിലാണുള്ളത്. അപ്പോ ഇവരോട് ദ്വന്ദ്വയുദ്ധത്തിന് പുറപ്പെട്ടാൽ, യുദ്ധത്തിന് പുറപ്പെട്ടാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സഭയ്ക്ക് അധികകാലം ഇത് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടെ. അല്ല, അത് മാത്രമല്ല, വളർന്നു വരുന്ന ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെയുള്ള ഒരു പ്രതിരോധം കൂടി BJP ആണ്. നമുക്കറിയാം, പാലാ ബിഷപ്പൊക്കെ സത്യം തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയവരാണ്, സംഘടിതമായി ചേർന്നുകൊണ്ട് മാർച്ച് നടത്തിയവരാണ്. അന്ന് എവിടെ പോയിരുന്നു ഈ കോൺഗ്രസും ഈ പറയുന്ന CPM എവിടെ പോയിരുന്നു? അന്നും ആ ബിഷപ്പിനെ രക്ഷിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്, അല്ലെ? അന്നും ബിഷപ്പിനെ രക്ഷിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയായിരുന്നു. പിന്നെ ഈ പറയുന്ന കണ്ണൂരിലെ ആ ഒരു ഇഷ്യൂ എല്ലാം നമുക്കറിയാമല്ലോ. ഈ കണ്ണൂരിലെ ആ ഒരു സ്കൂളിൽ മേരിയുടെ പടം വെച്ചു എന്നുള്ളതിന്റെ പേരിൽ യൂത്ത് ലീഗ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നു. അവിടുത്തെ കന്യാസ്ത്രീകളുമായിട്ട് വാക്കേറ്റം ഉണ്ടാകുന്നു. ആ വേളയിലും ഈ പറയുന്ന കോൺഗ്രസോ CPM എവിടെയായിരുന്നു? അപ്പൊ ഇതയെന്നുള്ളത് ഓപ്പോസിറ്റ് ഭാഗത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ആക്രമിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദമാണ് അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദികളാണ് എങ്കിൽ ഇതേ കോൺഗ്രസോ ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കമായി എന്നൊരു അക്ഷരം വേണ്ടില്ല. നിസ്കാരമുറി ആവശ്യപ്പെട്ടപ്പോഴും ഇതേ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഈ പറയുന്ന കോൺഗ്രസോ എവിടെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. തീർച്ചയായിട്ടും മൂവാറ്റുപുഴയിൽ നിസ്കാരമുറി ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റ് ചില സാഹചര്യങ്ങൾ കൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് മൂവാറ്റുപുഴയ്ക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ പല മേഖലകളിലും ഇപ്പം പൂഞ്ഞാർ പോലുള്ള മേഖലകളിൽ അവിടെ കാറടിച്ച് കൊല്ലാൻ ശ്രമിച്ചല്ലോ. ആ കാറടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ എവിടെയായിരുന്നു? അതെ. അപ്പൊ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പ് ഇതിലൂടെ നിന്ന് തന്നെ വ്യക്തമാകും. അത് മാത്രമല്ല, ഷോൺ ജോർജ് ഒരു പ്രസ്താവന കൂടി നടത്തിയിട്ടുണ്ട്. ഈ ഒരു കന്യാസ്ത്രീകളുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDP അതിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ബിഷപ്പ് ഫ്രാങ്കോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിഷപ്പ് ഫ്രാങ്കോയുടെ എതിരെ നടന്ന സമരത്തിലും ഇതേ കൂടെ തന്നെ നുഴഞ്ഞു കയറിയിരുന്നു. നമ്മളത് വ്യക്തമായിട്ടൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോ ഇതേ ന്യൂനപക്ഷ ഇരവാദം എന്നുള്ള ഒരു കള്ളം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക ഭീകരവാദ ശക്തികൾ ഇതിനെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇതിലും നമ്മൾ കാണുന്നത് എന്ന് ഷോൺ ജോർജ് തന്നെ വളരെ വ്യക്തമായിട്ട് തോന്നുന്നു. അത് ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പറയുന്ന പോലെ വൈദ്യരുടെ സംഘടന അടക്കം പിന്നെ അതുപോലെ തന്നെ പാംപ്ലാനി പിതാവ് അടക്കം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. അതിനിടയിൽ ചില രാഷ്ട്രീയം കാണുന്ന ചില ആളുകൾ മാത്രമാണ് കുത്തിത്തിരിപ്പ് ചില വൈദ്യരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യം
വ്യക്തമാണ്. എങ്കിലും ആക്ഷന്റെ സംഘടനാ നേതൃത്വം നേരിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്തെത്തി BJPക്ക് കേക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ, ഇത്രയും നാൾ നിങ്ങൾ കേക്കും കൊണ്ട് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കേക്ക് മാരാർജി ഭവനിൽ കൊണ്ടുപോയി രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. അതൊരു കൃത്യമായി ക്രിസ്ത്യാനികൾ ചിലത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു ഐക്യത തകർക്കാൻ സാധിക്കില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ഇതിലൂടെ വൈദികരും ഒപ്പം BJPയും നൽകി. അല്ല, ഏറ്റവും അവസാനമായിട്ട് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി വിജയ സാധ്യത തടയാൻ വേണ്ടി മനഃപൂർവ്വം ആളിക്കത്തിക്കുകയാണല്ലോ ചെയ്തത്. അതേപോലെ തന്നെ മാത്രം ഇതിനെ കണ്ടാൽ മതി. ഈ പറയുന്ന വളരുന്ന ഒരു BJPക്ക് ഒരിക്കലും തടയാവില്ല ഇത്തരം തരത്തിലുള്ള വ്യാജ രാഷ്ട്രീയ നാടകങ്ങൾ. തീർച്ചയായും.